വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. എന്നോടൊപ്പം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, വ്യവസായ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറുമായ ശ്രീ ഷിറാസ് എന്നിവരാണ്. ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് കേരളത്തിൻ്റെ സംരംഭക വികസനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വല്ലാത്ത പുതിയ തുടക്കം കുറിക്കാൻ പോവുകയാണ്. എല്ലാ പഞ്ചായത്തിലും സംരംഭ സഭ, ഓരോ പഞ്ചായത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംരംഭകരെ വിളിച്ചു ചേർക്കുകയും അവർ വിവിധ മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, രജിസ്ട്രേഷൻ മുതൽ മാർക്കറ്റിംഗ് വരെയുള്ള പ്രശ്നങ്ങൾ അവർ അവതരിപ്പിക്കുകയും സർക്കാരിൻ്റെ എന്തെല്ലാം സേവനങ്ങൾ അവർക്ക് ലഭ്യമാവുകയും ചെയ്യും എന്ന ഒരു പദ്ധതിയാണ് സംരംഭക സഭ. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാട്ടാക്കട മണ്ഡലത്തിലെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ RKN ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 11-ാം തീയതി ഉച്ചയ്ക്ക് 3:30 നിർവഹിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഈ സമ്മേളനത്തിൽ കേരളത്തിലെ വ്യവസായ വകുപ്പ് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഒന്നാമതായ സംസ്ഥാനം എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങൾ നേട്ടം കൈവരിച്ചത് എന്നതിനെ സംബന്ധിച്ചും വ്യവസായ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ശ്രീ ഷിറാസ് സംസാരിക്കും. ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA, പ്രിയപ്പെട്ട മീഡിയ പേഴ്സൺസ്, സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഈ സംസ്ഥാനത്തെ സംരംഭക വികസന പ്രവർത്തനങ്ങളിൽ ചിട്ടയായ ഒരു പ്രവർത്തനം, നല്ലൊരു മാനിഫെസ്റ്റോയോടുകൂടി അവർ വന്നു. അതനുസരിച്ച് പോളിസി തയ്യാറാക്കി, അതനുസരിച്ചുള്ള ന്യൂ സ്കീംസ് തയ്യാറാക്കി, കൃത്യമായ ഫീൽഡ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പുറമെ നിങ്ങൾക്കറിയാം, ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ എല്ലാ LSGDകളിലും ഒരു MBA-കാരൻ അല്ലെങ്കിൽ ഒരു BTech MTech-കാരൻ, ഒരു 22 വയസ്സ് 30 വയസ്സുള്ള ചെറുപ്പക്കാരെ ഈ വ്യവസായ വികസന പ്രവർത്തനങ്ങളുടെ ത്വരിതപ്പെടുത്തുന്നതിന് ബ്ലോക്ക്, മുനിസിപ്പൽ, കോർപ്പറേഷൻ ഓഫീസർമാരെ സഹായിക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തു, ഓരോ വർഷം ഒരു 20,000-30,000 സംരംഭങ്ങൾ വരുന്നതിനപ്പുറം ട്രേഡ് ഉൾപ്പെടെ 1,00,000 സംരംഭങ്ങൾ നമുക്ക് കൊണ്ടുവരണം. അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റും കുറയ്ക്കണം. അപ്പോൾ അതായത് വ്യവസായം വന്നാൽ പോരാ, സസ്റ്റൈനബിളായി മുന്നോട്ട് പോകണം. അത്തരത്തിൽ നമ്മൾ കേരളത്തിൽ ഓരോരുത്തരും, ഒരു സംരംഭകനും ഓരോ പൊതുജനവും കാലൂന്നി നിൽക്കുന്ന ദേശത്ത് വ്യവസായ വകുപ്പിൻ്റെ വകുപ്പുകളെ പോലെ കിട്ടത്തക്ക ഒരു മുന്നൊരുക്കത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത് 2022-20 സംരംഭക വർഷമായിട്ട് ആചരിച്ചു. മുന്നിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വകുപ്പിൽ നിന്നും 1.5 ലക്ഷം ടാർഗറ്റ് തന്നു. കാരണം നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അത് 8 മാസം കൊണ്ട് തന്നെ ഈ 1 ലക്ഷം പൂർത്തിയാകുകയും 1,42,000 സംരംഭങ്ങൾ ആ വർഷം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഗവൺമെൻറ് അടുത്ത വർഷവും അത് 2.0 ഇറഫ് എൻ്റർപ്രൈസ് 2.0 ആയി മുന്നോട്ട് കൊണ്ടുപോയി. ഈ സാർ ഉദ്ദേശിച്ച ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് മുന്നേ, ഈ 1-ാം വർഷത്തിന് തൊട്ട് മുന്നേ തന്നെ ഗവൺമെൻറ് എടുത്തിരുന്നു. 1-ാം വർഷത്തിൻ്റെ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ 3 മാസം മുമ്പ് തന്നെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിയമക്കുരുക്കുകൾ ഒഴിവാക്കണമെന്നും നിയമങ്ങൾ ലഘൂകരിക്കണമെന്നും പറഞ്ഞ് KPMG എന്നൊരു ഏജൻസിയെ കൊണ്ട് പഠിച്ച് എല്ലാ ഉദ്യോഗസ്ഥന്മാരെ കൺവർജൻസ്, അറിയാമല്ലോ വകുപ്പുകൾ തമ്മിലുള്ള കൺവർജൻസ് ഏറ്റവും വലിയ പ്രധാനമാണ്. അങ്ങനെ കൺവർജ് ചെയ്ത് 42 വകുപ്പുകളുമായി സംസാരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 17 വകുപ്പുകളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി സംസാരിച്ച് നമ്മൾ കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് ആക്ട് അനുസരിച്ച് K-SWIFT കൊണ്ടുവന്നു. നിങ്ങൾ ഒരാൾ സംരംഭം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ സംരംഭത്തെക്കുറിച്ച് നിങ്ങളുടെ ഡേറ്റ ഇൻപുട്ട് ചെയ്താൽ അതിന് വേണ്ടുന്ന ലൈസൻസുകളെല്ലാം ആ പോർട്ടലിൽ തന്നെ കാണാൻ പറ്റും. ദെൻ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഡിജിറ്റലി സൈൻ ചെയ്താൽ മതി. ഐ വിൽ അബൈഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് ഡിജിറ്റലി സൈൻ ചെയ്താൽ ദെൻ യു വിൽ ഗെറ്റ് ദ ലൈസൻസ്. യു ക്യാൻ സ്റ്റാർട്ട് ദ ബിസിനസ്. 3 വർഷത്തിനകം എന്തെടുത്താൽ മതി? ബാക്കി ലൈസൻസുകൾ ക്രമപ്രകാരം എടുത്താൽ മതി. ആ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓർക്കുക, കേരളത്തിൻ്റെ പാരിസ്ഥിതികമായ എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് കേരളത്തിൽ സംരംഭം നടത്താൻ പറ്റുന്ന സംരംഭങ്ങളെ നമ്മൾ ആരംഭിക്കാം. കേരളത്തിൽ ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയോ ഒരു തുകൽ ഇൻഡസ്ട്രിയോ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. പക്ഷേ സംരംഭങ്ങൾ ഏറ്റവും കൂടുതൽ വികസിപ്പിക്കാൻ പറ്റുന്ന, സർവീസ് ഇൻഡസ്ട്രി അടക്കം പറ്റുന്ന നാടാണ് കേരളം, കേരളത്തിൻ്റെ എക്കോസിസ്റ്റം വെച്ച്. അപ്പോൾ അങ്ങനെ അടുത്ത വർഷവും ഇത് കണ്ടിന്യൂ ചെയ്തു. അപ്പോഴും 1 ലക്ഷം ടാർഗറ്റ് തന്നു. അപ്പോഴും ഞങ്ങൾ 9 മാസം കൊണ്ട് ആ 1 ലക്ഷം പൂർത്തിയാക്കി. അടുത്ത വർഷവും 1 ലക്ഷം ടാർഗറ്റ് തന്നു. ഇത് ആൾറെഡി 3
സത്യമായി 2 മാസങ്ങൾക്ക് മുമ്പ് ഇത് 100% ആക്കി. നിലവിൽ ഗവൺമെൻറ് 3,20,000 സംരംഭങ്ങൾ ഈ 3 വർഷങ്ങൾ കൊണ്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെ കൂണ് പോലെ വരുന്നോ? ഒന്നുമല്ല. ഇപ്പോൾ സാറ് പറഞ്ഞ കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു ഫിനോമിനനാണ്. ഏത് ഒരിടത്തിൽ ഏതൊരു ലൊക്കേഷനിൽ ഒരു സംരംഭം നമുക്ക് നടത്താൻ പറ്റുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റാണ് ഈസ് ഓഫ് ഡൂയിങ്. അപ്പോൾ കേരളത്തിലാണിപ്പോൾ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം. നിയമക്കുരുക്കുകളെല്ലാം മാറ്റി നമ്മൾ ആ അവസ്ഥ നേടിയെടുത്തു. ഇനി ചെയ്യാൻ പറ്റുന്ന 2 കാര്യം, ഇത് സസ്റ്റൈനബിളായി കൊണ്ടുപോവുകയും മോർട്ടാലിറ്റി 30%, 40% ആയിരുന്ന കാലത്ത് നിന്നും ഇപ്പോൾ 15% മോർട്ടാലിറ്റി. അതായത് 100 സംരംഭം തുടങ്ങിയാൽ 15 എണ്ണത്തിനാണ് രോഗം പിടിക്കുന്നത്. ആ രോഗം പിടിക്കാൻ ബാങ്കുകളുടെ നിയമങ്ങളാണ് ഒരു ചെറിയ പ്രശ്നം. 89 ദിവസം ആകുമ്പോൾ നോട്ടീസ് അയക്കും. അത്തരത്തിൽ നോട്ടീസ് അയക്കാതിരിക്കാൻ പറ്റില്ല, അത് ബാങ്കിൻ്റെ നിയമമാണ്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്താത്ത രീതിയിൽ 2-ാം മാസം തന്നെ ബാങ്ക് പേയ്മെൻറ്റ് അടയ്ക്കാതിരുന്നാൽ അവരെ കണ്ട് സംസാരിക്കാൻ വ്യവസായ വകുപ്പിൻ്റെ ഈ ലോക്കൽ ഓഫീസർമാർ കൂടെ ഉണ്ട്. 3-ാം മാസം അടയ്ക്കാതിരുന്നാലാണ് NPA ആവുന്നത്. അങ്ങനെ അല്ലാത്ത തരത്തിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടി അവർക്ക് നേടിക്കൊടുത്തുകൊണ്ട് ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ ഇമ്മോർട്ടലായി തന്നെ നിലനിർത്താൻ സംരംഭം നിർത്താൻ കഴിഞ്ഞ വർഷം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ ഒരു ഇമ്പാക്ട് സ്റ്റഡി കഴിഞ്ഞ ദിവസം IIM നടത്തി പ്രസൻറ്റ് ചെയ്തു. ലോകരാഷ്ട്രങ്ങൾ ഇതിനെ അംഗീകരിച്ചു എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് എത്തിയിരിക്കുന്ന അവസരത്തിൽ ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്ന പുതിയത്, ഈ ഗവൺമെൻറ് ഇനി ഒരു 10-15 മാസമാണുള്ളത്. ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ രൂപയും ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഓരോ രൂപയ്ക്കും ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് വകുപ്പുകളും റെസ്പോൺസിബിൾ ആണ്. ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോം അവർ സൈഡ്. പല ഡെഫിനേഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ കണക്കാക്കിയിരുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും ഞങ്ങൾ റെസ്പോൺസിബിൾ ആണ്. അത്തരത്തിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ഉത്തരവാദിത്ത നിക്ഷേപങ്ങളായി കണ്ട് ഇനി അങ്ങോട്ട് കൊണ്ടുവരാൻ നിക്ഷേപകരെ കൂടെ അട്രാക്ട് ചെയ്തുകൊണ്ട് നിലവിലെ സംരംഭകരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സംരംഭക സഭകൾ വിളിച്ചു കൂട്ടുകയാണ്. അതെല്ലാം ഇന്നിപ്പോൾ കരുതലും കൈത്താങ്ങും താലൂക്ക് അടിസ്ഥാനം നടക്കുന്നു. അടുത്ത വ്യവസായ വകുപ്പ് ചെയ്യുന്നത് ഓരോ ഇൻഡസ്ട്രികളിലും സഭ വിളിക്കുകയാണ്. അവിടുത്തെ സംരംഭകർ കേരളം ജനിക്കും മുമ്പ്, വ്യവസായ വകുപ്പ് 64 ജനിക്കുന്ന മുമ്പ്, ജില്ലാ വ്യവസായം 79 ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ സംരംഭകരുണ്ടായി. അവരുടെ 5ാം ജനറേഷനൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞങ്ങളുടെ വ്യവസായ വകുപ്പിൻ്റെ മറ്റു വകുപ്പുകളുടെയും ഗവൺമെൻറ്റുകളുടെയും നടപടികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ വന്ന സംരംഭകർ, ഈ കഴിഞ്ഞ 3 വർഷം വന്ന പൊതു സംരംഭകർ, ഇനി വരാൻ കാത്തിരിക്കുന്ന സംരംഭം, മൈഗ്രേഷൻ കുറയ്ക്കണം. ഈ നാട്ടിലെ നല്ല വിദ്യാഭ്യാസവും സ്കില്ലുമുള്ളവർക്ക് തൊഴിൽ കൊടുക്കണം. അത്തരത്തിൽ ഇവിടെ തന്നെ തൊഴിൽ കൊടുക്കാനും മൈഗ്രേഷൻ കുറയ്ക്കാനും ഇക്കണോമി ഡെവലപ്പ് ചെയ്യാനും സംരംഭങ്ങൾ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഡേ ബൈ ഡേ നിങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോയി കാണാം. മറ്റൊരു വകുപ്പിൻ്റെ ഞാൻ കുറ്റം പറയല്ല, അദ്ദേഹത്തിൻ്റെ അവിടെ ഓരോ ഡേയും കഴിയുമ്പോൾ ഒരു കലണ്ടർ ഇപ്പോൾ ഉണ്ട്. പ്രീ പ്ലാൻ ചെയ്തിരിക്കാൻ 5 വർഷം കൊണ്ട് ഓരോ ഡേയും കഴിയുമ്പോൾ നടന്ന് തന്നെ പോകും, ഒന്നും മാറില്ല. അത്തരത്തിൽ ഒരു വകുപ്പ് എല്ലാ ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒരു പ്രൊട്ടക്ഷൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സംരംഭക സഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നിപ്പോൾ സംസ്ഥാനതല കൈത്താരം ഇവിടെ നടന്നതുപോലെ സംസ്ഥാന തല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട AB സതീഷ് MLAയുടെ മണ്ഡലമായ കാട്ടാക്കടയിൽ വെച്ച് നടക്കുകയാണ് 11-ാം തീയതി. അതിലുൾപ്പെട്ട 6 പഞ്ചായത്തുകളുടെ മുഴുവൻ സംരംഭകരെയാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംരംഭകരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു പബ്ലിക് പോലും അതിനകത്തുണ്ടാവില്ല. സംരംഭകരായിരിക്കും ഈ 3 തലമുറപ്പെട്ട ജനറേഷൻ ടു ജനറേഷൻ വന്നവർ, പിന്നെ വ്യവസായ വകുപ്പ് നർച്ചർ ചെയ്തവർ, ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ 2172 പേരാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിലവരുടെ സൗകര്യാർത്ഥം എല്ലാവരും നേരിട്ട് ഇൻവൈറ്റ് ചെയ്യും. അത് ഞങ്ങൾ ഓൾറെഡി ഒരു മീറ്റിംഗ് വിളിച്ചു. എല്ലാ ജനപ്രതിനിധികളെയും പഞ്ചായത്ത് പ്രസിഡന്റേയും മാരെയും വിളിച്ചിട്ട് 6 ഇന്ത്യന്മാരാണ് ഓരോ പഞ്ചായത്തിലുള്ളത്, എക്സിക്യൂട്ടീവുമാർ. അവരെ കൊണ്ട് പേഴ്സൺ ടു പേഴ്സൺ പോയി ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പഞ്ചായത്ത് കാട്ടാക്കട പഞ്ചായത്തിലായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇവിടെയുണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ എന്താ പറയുക ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ, ഞാൻ എൻ്റെ കൺവീനറാണ്. അപ്പോൾ അത്തരത്തിൽ കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് RKM ഓഡിറ്റോറിയത്തിൽ അറിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള 25 സംരംഭങ്ങളെ വെച്ചിട്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും ഒരു 5 25-30 സംരംഭങ്ങളെ വെച്ചിട്ട് ഒരു എക്സിബിഷൻ കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. രാവിലെ 9:30 മണിക്ക് രജിസ്ട്രേഷന് ഒരു ക്രൗഡൊന്നുമില്ല. ഞങ്ങൾ UID വെച്ചിട്ട് തന്നെ, കാരണം സംരംഭകരായതുകൊണ്ട് പർട്ടിക്കുലർലി നമ്മളെ നേരിട്ട് ക്ഷണിച്ചവരായതുകൊണ്ട് നേരത്തെ UID വെച്ച് തന്നെ രജിസ്ട്രേഷനിൽ കൂടെ സംരംഭകരാകത്ത് വരും. 10 മണിക്ക് ഈ എക്സിബിഷനും ഒരു ആദ്യം രാവിലെ ഒരു ചെറിയ ഇൻട്രാക്ഷൻ വെച്ചിട്ടുണ്ട്. നമ്മൾ 2 പ്രധാനികളെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലഗോപാൽ IAS KS നമ്മൾ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹമായിരിക്കും ഒരു മണിക്കൂർ സംസാരിക്കുക. അപ്പോൾ എക്സിബിഷൻ്റെയും ആ ഒരു ഇൻട്രാക്ഷൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA രാവിലെ നിർവഹിക്കും. അപ്പോൾ 11:30 കഴിഞ്ഞാൽ 11:30 മുതൽ 1 മണി വരെ ഈ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളുടെയും ജില്ലാ ഓഫീസർമാരും ഈ സംരംഭകരും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യണം.
അപ്പോൾ വലിയ ക്രൗഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു 10 ചോദ്യമെങ്കിലും ചോദിക്കത്തക്ക തരത്തിൽ അത് 60 ചോദ്യങ്ങൾക്കുള്ള അവസരം മിനിമം കൊടുക്കും ഞങ്ങൾ. 1 മണിക്കൂറേ 1.5 മണിക്കൂറേ ഉള്ളെങ്കിലും കൊടുത്ത് പരമാവധി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. അപ്പോൾ തന്നെ ഏതാണ്ട് പിന്നെ കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ CM വരുന്നതുകൊണ്ട് ഒരു സെക്യൂരിറ്റി വരും. തൊട്ട് താഴേക്ക് ഞങ്ങൾ ഡയസ് ഇട്ടിട്ട് കാട്ടാക്കട മണ്ഡലത്തിൽ നിന്നുള്ള 5 സംരംഭങ്ങളെ ഞങ്ങൾ 3 പേരെ ആദരിക്കുന്നുണ്ട്. പങ്കജ കസ്തൂരി, മുരളിയ, പെൻപോൾ, ഈ 3 പേരടക്കം ഇപ്പോൾ ന്യൂ ജനറേഷനായിട്ട് വന്ന ഒരു ഇഒ എന്ന് പറയുന്ന ഒരു ബോൾ ഗ്രേപ്സിൻ്റെ ഒരു കമ്പനി. നിങ്ങൾ എവിടെയൊക്കെ പോയാൽ ലുലു പോയാൽ കാണാം. വൃത്തിയായിട്ട് ഡിസൈൻ ചെയ്ത പോർട്ടലാണ്. ദെൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് സ്റ്റാർട്ട് ചെയ്ത മുട്ടാസ് എന്ന് പറയുന്നൊരു ഫോറിൻ കൊളാബറേഷനിൽ മുട്ടായി കമ്പനി, ചോക്ലേറ്റ് കമ്പനി. 6ാമതൊരെണ്ണം ചാർക്കോളിൻ്റെ ഒരു കമ്പനി. അപ്പോൾ ഈ 6 പേരുടെയും ഒരു ഇൻട്രാക്ഷൻ 10 മിനിറ്റ് അവരുടെ വീഡിയോസ് കാണിച്ചുകൊണ്ട് ആ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ 1:15 മുതൽ 3:15 വരെ. ദെൻ 3:30 മണിക്ക് മുഖ്യമന്ത്രി ഇനാഗുറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഭക്ഷ്യ വകുപ്പ് മന്ത്രി, ട്രിവാൻഡ്രത്തിൻ്റെ മന്ത്രി ശ്രീ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി, ഈ 5 പേരും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLAയുടെ സ്വാഗത പ്രസംഗത്തോടുകൂടിയാണ് പ്രോഗ്രാം പിന്നെ നടക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ഇതിനൊരു കവറേജ് കൊടുക്കുകയും തലേ ദിവസം തന്നെ നല്ലൊരു കവറേജ് കൊടുക്കുകയും അവിടെ വന്ന് നല്ല റിപ്പോർട്ട് ചെയ്യണമെന്നും കേരളത്തിലെ സംരംഭ വികസന പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണമെന്നും കേരളം ആഗോളതലത്തിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മളെ മാതൃകയാക്കാൻ നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം റാങ്ക് നിൽക്കുന്ന നമ്മളെ നിങ്ങൾ മാക്സിമം ഈ കവറേജ് കൊടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, വേറെ ഒന്നും കൂടുതലായി പറയാനില്ല. എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരെയും കാട്ടാക്കടയിലേക്ക് അന്നേ ദിവസം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളാണ് അതിൻ്റെ സംഘാടകർ. അവിടെ ഗ്രാമപഞ്ചായത്ത് ആത്മീയ ഹാളിലേക്ക് മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കെയും ഓഡിറ്റോറിയം ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ്. ഞങ്ങൾ അവിടെ ഒരു ഡിസൈൻ ചെയ്ത ബോർഡ് വെക്കുന്നുണ്ട്. ഞങ്ങൾ കണക്ട് ചെയ്ത പിന്നെ സംരംഭമാണ്. അപ്പോൾ അവർ ലൈവാണെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. പബ്ലിക്കിന് കൃത്യമായി അതവിടെ അല്ലാതെ ഇപ്പോൾ ഓഫീസർമാർ ഇവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ സമയത്ത്. പിന്നെ അവരുടെ സാങ്കേതിക പ്രശ്നം കൊണ്ട് വരുന്നില്ലെങ്കിൽ അത് വേറെ കാര്യം. പക്ഷെ അവരുടെ കൃത്യമായ നെയിം ഓഫ് എന്റർപ്രൈസ്, നെയിം ഓഫ് ഓണർ, ആക്ടിവിറ്റി, പ്രൊഡക്റ്റ്, അവരുടെ ഫോൺ നമ്പർ അടക്കം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.